ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈവനിങ് വിശേഷങ്ങളാണ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഷെറിച്ചിന് കുറച്ച് ഡ്രസ്സെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ടീഷർട്ടുകളാണ് കേട്ടോ. കുറേ ദിവസമായി വിചാരിക്കണു ഓർഡർ ചെയ്യണമെന്ന്. അങ്ങനെ കുറേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപാട് തന്നെ അയറയുടെ ഡ്രസ്സെന്ന് വിചാരിച്ചാൽ വേഗം പോയി വാങ്ങിയത് കേട്ടോ. അങ്ങനെ അയറയ്ക്ക് വിഷമായി. അങ്ങനെ പിന്നെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അയറയ്ക്ക് ഇട്ട് കൊടുത്തേ. പുതിയത് കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് അപ്പം തന്നെ ഇടണം കേട്ടോ. അങ്ങനെ ഇട്ട് ഓരോന്നെല്ലാം തിരിച്ചു മറിച്ചെല്ലാം നോക്കി ആൾ ഹാപ്പിയായി. 5 കളറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിലേത് കളറാണ് ഇഷ്ടമായോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ആദ്യം ഒരു മഞ്ഞ ടീഷർട്ട് ഇട്ട് കൊടുത്തേ. പിന്നെ അത് അഴിച്ചിട്ട് വീണ്ടും ഗ്രീൻ എടുത്തിട്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ നോക്കിക്കഴിഞ്ഞ് സമയം ഒരു 6-6:30 ആയി കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇലയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. കുറേ ദിവസമായി കേട്ടോ, കുറേ മാസങ്ങളായി ഇലയപ്പം എല്ലാം ഉണ്ടാക്കിയിട്ട്. സ്ഥിരം ഇപ്പം എണ്ണ കൊണ്ടുള്ള സ്നാക്സൊക്കെ അല്ലേ ഓരോ ദിവസം ആക്കുന്നത്. അപ്പം ഒരു വെറൈറ്റി ആവാമെന്ന് വിചാരിച്ചു. പിന്നെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. മഴയത്ത് ഇങ്ങനെ ചൂടോടെ കഴിക്കാനൊരു ഇത് തോന്നി. ഞാനിന്ന് ഗോതമ്പ് പൊടി ഉണ്ടാട്ടോ ഇലയപ്പാക്കുന്നത്. വീട്ടിൽ അമ്മയെല്ലാം ആക്കുമ്പോൾ അരിപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ആക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ അരിപ്പൊടിയൊന്നും ഇരിപ്പില്ല. അപ്പോൾ ഗോതമ്പ് പൊടി മാത്രം മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അയറയിന്ന് കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതായത് ഉള്ളിലല്ല, ഇങ്ങനെ വെറുതെ വാല് വരച്ചിട്ടുണ്ട്. രസമുണ്ടോ? കിച്ചണിൽ ഇങ്ങനെ ഓരോന്നെല്ലാം ചെയ്യുമ്പോൾ അയറ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുവേ. പിന്നെ ഇടയ്ക്കിട്ട് എനിക്കിങ്ങനെ ഓരോ പണികളും തരും കേട്ടോ. മുറിച്ച് വെച്ച ഇലയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ കീറുന്നൊക്കെ ഉണ്ട്. അയറയ്ക്ക് ടീഷർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. ശരിക്കും പുറകിൽ പിടിച്ച് കെട്ടി വെച്ചിരിക്കുവാണേ. ചിരവയില്ലാത്തതുകൊണ്ട് തേങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇളക്കിയെടുത്തിട്ട് മിക്സിയിലൊരു അടിയടിച്ചെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കിട്ടും. പിന്നെ ഈ ശർക്കരയുടെയും തേങ്ങയും പിന്നെ ഏത്തപ്പഴം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ഉള്ള മിക്സാണ് കേട്ടോ ഇലയടയ്ക്കകത്ത് വെക്കുന്നത്. അയറയ്ക്ക മിക്സിയിൽ നിന്ന് എടുത്ത് കുറച്ച് കഴിക്കാൻ കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അവൾക്ക് നല്ലോണം ഇഷ്ടമായേ. അങ്ങനെ പിന്നെ അത് പാത്രത്തോടെ എടുത്ത് വെച്ച് അവളിങ്ങനെ കഴിക്കാൻ തുടങ്ങി. അവളിങ്ങനെ കഴിക്കുന്ന സമയത്ത് കഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ പിന്നീട് നിർബന്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കഴിക്കുകയില്ല. അങ്ങനെ ഇലയിൽ മാവെല്ലാം വെച്ചിട്ട് മിക്സെല്ലാം വെച്ച് നന്നായിട്ട് വെച്ച് കേട്ടോ. ഇല ആദ്യമേ തന്നെ തീയിൽ ഇങ്ങനെ വാറ്റിയെടുത്തത് കൊണ്ട് തന്നെ മടക്കി വെക്കാനെല്ലാം നല്ല എളുപ്പമായിരുന്നേ. ഇഡ്ഡലി പാത്രം ഇൻഡക്ഷൻ ബേസ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഗ്യാസിലേ വെക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല കുഞ്ഞ് ഇഡ്ഡലി പാത്രമാണ്. അങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തത്. തേങ്ങയുടെയും പഴത്തിൻ്റെയും മിക്സ് ആദ്യത്തേത് തികഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വീണ്ടും കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പാകമായി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ പ്ലേറ്റും കൊണ്ടെത്തി കേട്ടോ. എപ്പോഴും കഴിക്കുന്നതല്ലല്ലോ ഇത്. അതുകൊണ്ട് തന്നെ വേഗം ആൾ കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് കൊടുത്തിട്ട് വന്ന് അവൾക്കും കൊടുത്ത് ഞങ്ങളും ചായ ഉണ്ടാക്കി അത് കഴിച്ചു കേട്ടോ. പഴമൊക്കെ വെച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ. അയറയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ച് പാത്രത്തിലാക്കി വെച്ച് കൊടുത്തേ. സ്നാക്സൊക്കെ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ വേഗം കഴിയും കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയാണ് ഇമ്പോർട്ടൻസ്. അതിനാണ് കൂടുതൽ സമയം ചിലവാകുന്നത് കേട്ടോ. ഈ പാത്രം കഴുകൽ, മാവ് കുഴയ്ക്കാനും പിന്നെ മിക്സാക്കാനും ഒക്കെ കുറേ പാത്രങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം ഓരോന്നോരോന്നാണ് കഴുകി വെച്ചേ. ഒരു ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങളെല്ലാം എനിക്ക് അപ്പം തന്നെ കഴുകണം കേട്ടോ. കിച്ചണിലിങ്ങനെ കുറേ വാരി ഇട്ടിരിക്കുന്നതൊന്നും ഇഷ്ടമല്ല. കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടി വരുന്നത് ഈ പാത്രം കഴുകലിനും കിച്ചൺ മുഴുവനുള്ള ഈ വൃത്തിയാക്കലിനുമാണ് കേട്ടോ. എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം പിന്നെ തല വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ കുറേ സമയം ഇരുന്ന് കേട്ടോ. അപ്പോഴാണ് ഓർത്തത് ഉച്ചയ്ക്ക് അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അരയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ അരച്ചു വെച്ചു. രാത്രി ഇന്ന് കുറച്ച് വൈകിട്ടാണ് ഭക്ഷണം കഴിച്ചത്. അങ്ങനെ ആ സമയത്ത് മുട്ടയും കൂടെ ഓംലേറ്റ് ആക്കി എടുത്ത് മീൻ പൊരിച്ച പാത്രത്തിലാണ് കേട്ടോ മുട്ട ഓംലേറ്റും ആക്കിയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.